സാമൂഹ്യ വിരുദ്ധർ മതിലിടിച്ചു നിരത്തിയതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും അധികാരികളിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് രോഗികളായ വൃദ്ധ ദമ്പതികൾ. തോടനാൾ കല്ലേപ്പുരയിടത്തിൽ രാമചന്ദ്രനും ഭാര്യ ലൈലയുമാണ് ആരോപണവുമായി എത്തിയിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ സൈഡിൽ കൂടി ഒരു വഴി, നേരത്തെ കൊടുത്തിരുന്ന വഴിയുടെ ഞങ്ങളുടെ പുരയിടത്തിൻ്റെയും കിടന്ന വഴിയുടെ സൈഡിൽ ഞങ്ങൾ മതിൽ കിട്ടി. മതിൽ ഞങ്ങളുടെ പുരയിടത്തിലാണ് കിട്ടിയത്. 3 വർഷമായിട്ട് ഞങ്ങളിവിടെ ഇല്ലാതിരുന്നുകൊണ്ട് ഞങ്ങൾ മാത്രം ഞങ്ങളുടെ പുരയിടത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയതുകൊണ്ട് ആണ് ഇത് കെട്ടാൻ കാരണം. കെട്ടാൻ നേരം തുടങ്ങിയപ്പോഴോ കെട്ടിക്കൊണ്ടിരുന്നപ്പോഴോ ആരും തടസ്സമുണ്ടാക്കിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു രാത്രിക്ക് വന്ന് ഈ മതിൽ 30 ഗുണ്ടകളും ഒരു JCB ഒരു ഹിറ്റാച്ചിയൊക്കെ ആയിട്ട് വന്ന് ഇടിച്ചു തകർത്തു. സെക്കൻഡ് പോയി കഴിഞ്ഞിട്ട് ഇവർ ചേർന്നൊക്കെ പോകുന്നത് ഞാനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ സെല്ലി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ബെന്നി തകർത്തെന്ന് പറയുന്ന ആൾ അവിടെ കുറേ ആൾക്കാരുമായിട്ട് വന്നു. അപ്പോൾ ഇത് തോടാണ്, പാലമാണ്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ കരുതി ഇവരെല്ലാം കുളിക്കാൻ വന്നത്. അറിയുന്ന ഒരു മുഖം ഈ സെല്ലി തകഴിപ്പുറത്തിൻ്റെ ഓളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എൻ്റെ വീട്ടിലോട്ട് കുറേ ഓട് കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ JCB കൊണ്ടു പാല തോടനാൽ കല്ലേപ്പുരയിടത്തിൽ രാമചന്ദ്രന്റെയും ഭാര്യ ലൈല രാമചന്ദ്രന്റെയും പുരയിടത്തോട് ചേർന്ന് കെട്ടിയ മതിൽ സാമൂഹ്യ വിരുദ്ധർ ചേർന്ന് JCBക്ക് ഇടിച്ചു തകർത്തതായാണ് പരാതി. കൊഴുവനാൽ പഞ്ചായത്തിലും പാല പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന് വൃദ്ധദമ്പതികൾ പറയുന്നു. മീനച്ചിൽ വില്ലേജിൽ കൊച്ചുകൊട്ടാരം പാലം ഭാഗത്താണ് രാമചന്ദ്രനും ഭാര്യ ലൈലയും താമസിക്കുന്നത്. മക്കൾ സ്ഥലത്തില്ല. പഞ്ചായത്ത് റോഡുമായി തിരിച്ചിട്ടുള്ള സ്ഥലത്ത് ഇവർ പുതുതായി 4.5 അടി ഉയരത്തിൽ പണിത മതിലാണ് 30ഓളം പേർ ചേർന്ന് JCBക്ക് ഇടിച്ച് തകർത്തതെന്ന് വൃദ്ധദമ്പതികൾ പറയുന്നു. ഇതുമൂലം 1.5 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായി. ഇത് സംബന്ധിച്ച് പാലാ പോലീസിൽ പരാതി നൽകിയിട്ടും പ്രയോജനം ഉണ്ടായിട്ടില്ലെന്ന് ദമ്പതികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BMTV ന്യൂസ്, പാലാ.